Download now. CC Learning app. ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മള് ഈ ഒരു സെക്ഷനില് ഇനി വരാൻ പോകുന്ന ഏതൊരു എക്സാമിനും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് നമ്മുടെ SCRTs എന്ന് പറയുന്നത്, അല്ലെ, സ്കൂൾ ടെക്സ്റ്റുകൾ. അപ്പൊ ഈ SCRT എങ്ങനെ പഠിക്കാം, ഏതെല്ലാം ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ലേണിംഗ് ആപ്പ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പ് വഴി നിങ്ങൾക്ക് ഡെയിലി ഫ്രീ കറണ്ട് അഫേഴ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ ചെല്ലുക, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് അടിച്ചു കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ടുകളാണിത്, അല്ലെ, LDCയിലും സെക്രട്ടറി അസിസ്റ്റന്റിലും ഹൈക്കോർട്ട് OAയിലും അല്ല, അങ്ങനെ ഒട്ടുമിക്ക PSCയുടെ എല്ലാ എക്സാമുകൾക്കും നമുക്ക് റിസൾട്ട് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നേരെ നമ്മുടെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. LDC SCRT എങ്ങനെ പഠിച്ചു തുടങ്ങാം? നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകൾ, ഈ വർഷാവസാനം വിളിക്കാനിരിക്കുന്ന LGS, LDC, അതേപോലെ തന്നെ നമ്മുടെ യൂണിഫോം എക്സാമുകൾ, അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഈ വർഷാവസാനം വിളിക്കാനിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും മുൻകൂട്ടിയുള്ള ഒരു പഠനം ഈ പറയുന്ന എക്സാമുകൾക്ക് ആവശ്യമാണ്. കാരണം പ്രായപരിധി കൂടി ഉയർത്തിയ സാഹചര്യത്തില് ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളുടെ കോമ്പറ്റീഷൻ കൂടത്തെയുള്ള, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് ഇനി വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പൊ ഈ പറയുന്ന PSC എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, അല്ലെ, ഒരു ഏരിയ ആണ് നമ്മുടെ SCRT അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റുകൾ. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റിയ ഒരു സാഹചര്യം, അല്ലെ, 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റുകൾ മാറ്റിയ ഒരു സാഹചര്യത്തില് ആ ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ കുറെ എക്സാമുകൾ പരിശോധിക്കുവാണെങ്കിൽ SCRTയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ PSC പോലുള്ള ഒരു എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് SCRT വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ. SCRTയുമായിട്ടുള്ള ഒരു ചങ്ങാത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന എക്സാമിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. SCRTs എങ്ങനെ പഠിച്ചു തുടങ്ങാം? അപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ, അത് ഞാൻ കുറച്ച് ഇപ്പൊ ഏറ്റവും റീസെന്റ് നടന്ന കുറച്ച് എക്സാമുകൾക്ക് SCRTയിൽ നിന്ന് വന്ന ഭാഗമാണ്. കണ്ടോ, ചോദ്യം ഇതാണ്, ചുവടെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത് എന്നുള്ളതായിരുന്നു. അപ്പൊ നോക്കുവാണെങ്കിൽ അത് വന്നിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ എക്കണോമിക്സിന്റെ പാർട്ടിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടോ? ആസൂത്രണ കമ്മീഷൻ 1915 കൊടുത്തിട്ടുണ്ട്, അല്ലെ, ദേശീയ ആസൂത്രണ കമ്മീഷൻ 1950, അതേപോലെ ദേശീയ ആസൂത്രണ സമിതി 38, അല്ലെ, ദേശീയ ആസൂത്രണ സമിതി 38, അല്ലെ, അതേപോലെ എന്തും കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ബോംബെ പ്ലാൻ 1944. അപ്പൊ ഇതെല്ലാം വന്ന് ഈ ചോദ്യമൊക്കെ വന്നത് തീർച്ചയായിട്ടും എവിടെ നിന്നാണ്? ഈ പറയുന്ന SCRT കണ്ടലിൽ നിന്നാണ്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബയോളജിയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്, ഏറ്റവും റീസെന്റ് ആയിട്ട് LP-UP NC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കണ്ടോ, ജനിതക എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ജനിതക കത്രിക ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം, അല്ലെ. നോക്കിക്കൊള്ളുക, അത് SCRTയിൽ ഒരു ചെറിയൊരു പത്രക്കുറിപ്പ് കൊടുത്തതിന്റെ തൊട്ട് താഴെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. DNA-യിലെ ജീനുകൾ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയക്ക് CRISPR-Cas എന്ന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തി എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന ഏരിയയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. SCRTയിൽ വളരെ ഏറ്റവും റീസെന്റ് ആയിട്ട് ഏറ്റവും എക്സാമ്പിളിന് വേണ്ടി 2 ക്വസ്റ്റ്യൻസ് കാണിച്ചു എന്നേ ഉള്ളൂ. സോ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് SCRT, അല്ലെ. SCRT ആദ്യം പഠിച്ചു തുടങ്ങുക, പഠിച്ച് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. SCRT എങ്ങനെ പഠിക്കാം? ഏതെല്ലാം ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം? അതായത് 5 മുതൽ 10 വരെയുള്ള ഏറ്റവും ബേസ് അതാണ്. 5 മുതൽ 10 വരെയുള്ള സയൻസ്, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം, അല്ലെ. ഓരോ ദിവസവും ഓരോ ചാപ്റ്ററിന്റെ പേര് വീതം. ഇപ്പൊ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമഗ്രയുടെ ഫ്രീ സൈറ്റ് ഉണ്ട്. സമഗ്രയുടെ ഫ്രീ സൈറ്റിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്ത് ഓരോ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതി എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്ത് നോട്ട് തയ്യാറാക്കണം. സ്വന്തമായിട്ട് നോട്ട് തയ്യാറാക്കണം. ഓരോ പോയിന്റുകളും എഴുതി നോട്ട് തയ്യാറാക്കണം. പിന്നീട് റിവിഷൻ ചെയ്യാനും, അല്ലെ, ഒരു പെട്ടെന്ന് നോക്കാനും ഒക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചുമ്മാ SCRT വായിച്ചു പോകാതെ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതുക, അല്ലെ, ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതിയിട്ട്
അതിന്റെ പോയിന്റുകൾ നോട്ട് ഡൗൺ ചെയ്ത് പോവുക അല്ലെ. PSC എക്സാമിന് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗവും ചിലപ്പോ അധിക വായന എന്ന് പറഞ്ഞൊരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, അതും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ ചില പട്ടികകളായിരിക്കും, അതും ഇമ്പോർട്ടന്റ് ആയിരിക്കും. ചിലപ്പോ ഗ്രാഫുകളായിരിക്കും കൊടുത്തിട്ടുള്ളത്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഈച്ച് ആൻഡ് എവറി ലൈൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അപ്പൊ ആ ഒരു രീതിയിൽ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതുക, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി എല്ലാ ചാപ്റ്ററുകളും പഠിക്കുക. അപ്പൊ ചോദിക്കും എല്ലാ ചാപ്റ്ററും പഠിക്കണോ? 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്ററും പഠിക്കണോ? അതിനുള്ള ഉത്തരവ് എന്ന് പറയുന്നത് സിലബസ് അനുസരിച്ചുള്ള SCRT മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന്റെ സിലബസ് പ്രകാരമുള്ള SCRT മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ LGS എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ LGS സിലബസ് അനുസരിച്ചുള്ള SCRT മാത്രം പഠിച്ചാൽ മതി. ഇനി വരാൻ പോകുന്ന LDC എക്സാം ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ LDC എക്സാം പ്രകാരമുള്ള സിലബസിന്റെ അണ്ടറിൽ വരുന്ന ചാപ്റ്ററുകൾ പഠിക്കണം. അതായത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനും കേരള ഗവർണൻസും അല്ലെ, അതേപോലെ എക്കണോമിക്സും കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും ഈ പറയുന്ന സിലബസിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ SCRTസും പഠിക്കണം. അപ്പൊ ആ രീതിയിൽ SCRT പഠിച്ചാൽ മതി. എല്ലാം വലിച്ചവരി പഠിക്കണ്ട. ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നോ ആ എക്സാമിന് ബേസ് ചെയ്തുള്ള ചാപ്റ്ററുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. പഠിക്കുമ്പോൾ ഒരു ചാപ്റ്ററിലെ എല്ലാ കണ്ടന്റുകളും അതിന്റെ ഓരോ പോയിന്റും വിലപ്പെട്ടതാണ്. ആ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇയറുകൾ ബോക്സിനാക്കി ചെറിയ ബോക്സിനാക്കി ഇയറുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഇയറുകൾ ഇമ്പോർട്ടന്റ് ആണ്. അധിക വായന എന്ന് പറഞ്ഞ ചില ബോക്സുകൾ കൊടുത്തിട്ടുണ്ടാവും, അതും ഇമ്പോർട്ടന്റ് ആണ്. SCRTയിലെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. എവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാം. ചോദ്യം വരുമ്പോൾ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഈ വർഷം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വിളിക്കാനിരിക്കുന്ന നമ്മുടെ LDC എക്സാം ആണ്. നമുക്കറിയാം LDC എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് അല്ലെ. നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ LDC എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ആ LDC എക്സാമിന്റെ സിലബസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കില്ല. അത്ര വലിയൊരു സിലബസ് ആണ്. ഈ LDC എക്സാമിന് ഇനി വരാൻ പോകുന്ന LDC എക്സാമിന് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് ഓരോ ദിവസവും കുറഞ്ഞ ടോപ്പിക്കുകൾ നൽകി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ സിലബസ് കംപ്ലീറ്റ് കവറപ്പ് ആക്കി അല്ലെ, എക്സാമിന് മുന്നോടിയായിട്ട് 2-3 തവണ റിവിഷൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് അല്ലെ, മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കറണ്ട് അഫയേഴ്സിനും സയൻസിനും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകി അടുത്ത LDC എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ LDCയുടെ ബാച്ച് എന്ന് പറയുന്നത് അല്ലെ. എയർലി ബേർഡ് എന്നാണ് നമ്മുടെ ബാച്ചിന്റെ പേര്. മുന്നേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് അല്ലെ. അടുത്ത LDC എക്സാം സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. നമ്മുടെ ബാച്ചിന്റെ മാത്രം പ്രത്യേകതയാണ് ഡെയിലി ടോപ്പിക്കുകൾ ഉണ്ടാവും, അതേപോലെ ലൈവ് സെക്ഷൻസ്, റെക്കോർഡഡ് സെക്ഷൻസ്, വീക്ക്ലി എക്സാമുകൾ എല്ലാം നിങ്ങൾക്ക് തരും. എല്ലാം വളരെ കൃത്യതയോടെ പഠിച്ച് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് അല്ലെങ്കിൽ ഈ ബാച്ച് LDC ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തൽക്കാലം മൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും. താങ്ക് യു സോ മച്ച്.